ഹേ ഓൾ, ഇന്നൊരു പിസ്ത പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങായത്. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഫങ്ഷൻസിനെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. പിന്നെ ഞാൻ ഈ ഒരു പുഡിങ് ചൈന ഗ്രാസും അതുപോലെ തന്നെ കോൺഫ്ലോറും മിക്സ് ചെയ്തിട്ടാക്കിയതാണ്. എൻ്റെ കയ്യിൽ ചൈന ഗ്രാസിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം ഉണ്ടെങ്കിൽ അത് മതിയാകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ചൈന ഗ്രാസ് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ഗ്രാം ചൈന ഗ്രാസാണ്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് ലെഫ്റ്റ് ഓവറായിട്ട് വന്ന ചൈന ഗ്രാസ് കൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കോൺഫ്ലോറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പുഡിങ്, അതായത് മിൽക്കിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു 3 ഗ്രാം ചൈന ഗ്രാസിൽ മതിയാവും. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചു. ഒരു 20 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. 1 കപ്പ് വെള്ളത്തിൽ ചൈന ഗ്രാസ് സോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതവിടെ മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു പിസ്തയുടെ മിക്സ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്, അതായത് ഒരു പാക്കറ്റ് പാൽ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ മിൽക്ക് മെയ്ഡും ഇതിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു പകുതിയല്ല, പകുതിയേക്കാളും കുറച്ച് കുറവാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ ഒരു മിൽക്ക് മെയ്ഡ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത്ര മധുരം നമുക്ക് പോരാലോ. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് പുഡിങ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇടുന്ന മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് മധുരം നോക്കുക, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള മധുരം ഇടുക. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡിന് പുറമെ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പുഡിങ് എപ്പോഴും നല്ല മധുരം ഉണ്ടായാലാണ് ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിന് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. അത് ചിലപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അത് ആവശ്യം ഇരിക്കില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ, അതിനേക്കാളും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് സ്റ്റൗ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കണ്ടു. അധികം നമ്മളെ പാൽ തിളക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി, ഞാൻ ആദ്യം തിളപ്പിച്ച പാലാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുഡിങ് ഒരുപാട് എന്ത് ചെയ്യേണ്ട, പാൽ തിളക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ചൈന ഗ്രാസ് തിളച്ച പാലിലേക്ക് ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായ പാലിലേക്ക് ആഡ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ, അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലോണം കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു മിക്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് കാരണം എൻ്റെ കയ്യിൽ അതായത് ചൈന ഗ്രാസ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3 ഗ്രാം ചൈന ഗ്രാസ് എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ ബാക്കി കുറച്ചും കൂടി ഒന്ന് പുഡിങ് നന്നായിട്ട് സെറ്റാണെങ്കിൽ ഒന്നുകിൽ കോൺഫ്ലോർ ഇങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ ചൈന ഗ്രാസ് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പുഡിങ് നന്നായിട്ട് ഒരു പാക്കറ്റ് പാൽ, അതായത് 500 ml പാലിൽ പുഡിങ് ആക്കുന്നതാണെങ്കിൽ 10 ഗ്രാം ചൈന ഗ്രാസ് എന്തായാലും വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ബാക്കി ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്കൊരു 3 ഡ്രോപ്പ് പിസ്തയുടെ മിക്സ്, പിന്നെ ടൈഗറിൻ്റെ മിക്സാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 അല്ലെങ്കിൽ 5 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഒരു 5 ഡ്രോപ്പിൽ ഒഴിച്ചാൽ നല്ല കളർ ഉണ്ടാവും. ഞാനിതിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു ഡ്രോപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് കളർ വേണമെന്ന് തോന്നിയിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക, കൈയെടുക്കാതെ. പിന്നെ ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച നമ്മളെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും ഇതിലേക്ക് എന്ത് ചെയ്യുക, ഒഴിച്ച് കൊടുക്കുക. ചൈന ഗ്രാസ് ഒഴിക്കുന്ന സമയത്ത്
അരിപ്പ വെച്ച് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. അതെന്തായാലും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിൽ ചനാഗ്രാസ് അരിച്ച് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഫുൾ സ്പീഡിൽ ആയിട്ട് വെച്ചിട്ടുണ്ട് ഫ്ലെയിം. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ കൈയെടുക്കാൻ അങ്ങനെ വല്ലാണ്ട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് വീണ്ടും ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. നേരെ എന്ത് ചെയ്യുക, നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് അരിച്ചിട്ട് തന്നെ ഇത് എന്ത് ചെയ്യുക, ഒഴിക്കുക. പുഡിങ് ഇങ്ങനെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ ഒരു ബബിൾസ് ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഒന്നുകിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനെ പോക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരിയെടുത്ത് മാറ്റി വെക്കുക. അത് കളയുക, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് സെറ്റായി കഴിഞ്ഞാൽ ആ ഒരു ബബിൾസ് ഉണ്ടാകുന്ന സമയത്ത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, അത് ഉണ്ടായതെന്ന് വെച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് കാണാനും ഭംഗി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പുഡിങ് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു ഓവർ നൈറ്റ് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ പുഡിങ് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ല തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. ഇനി നമുക്കിത് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ഈസിയാണ്. ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വേറെ വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.